ഞാൻ അവിടെ കൊണ്ട് തന്നു ചായ കുടിക്കാൻ വേണ്ടി. അന്നേരം എന്നോട് ദേഷ്യപ്പെടുവാ. അത് ഞാൻ തയ്ക്കണേന്റെ മോളിൽ കൊണ്ട് വെച്ചാൽ എന്റെ വെള്ള ബ്ലൗസിൽ ചായയുടെ കറ പിടിക്കൂലേ? ആ കണ്ടിക്കണ്ടല്ലോ, ഞാനും കുടിച്ചു. ആണ്ട എന്റെ പാലിപ്പ പിരിഞ്ഞു പോയേനെ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആൻസൂട്ടിനപ്പൊ സ്കൂളിൽ പോവാണെങ്കിൽ ആൻസൂട്ടിന്റെ ലാസ്റ്റത്തെ എക്സാം ഡേറ്റ് ആണ്. അത് കഴിയുമ്പോൾ ആൻസൂട്ടിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഇത് ആൻസൂട്ടിന്റെ ഓണക്കോടിയാണ് കേട്ടോ. ഓണക്കോടിയോ അല്ലാത്ത ക്രിസ്മസ് കോടിയാണ്. പാൻറ് ക്രിസ്മസ് കോടി അല്ലല്ലോ. അപ്പൊ പാൻറ് ക്രിസ്മസ് കോടിയല്ല, ഉടുപ്പ് ക്രിസ്മസ് കോടിയാണ്. ആൻസൂട്ടിന് ഇഷ്ടപ്പെട്ട ആൻസൂട്ടിന്റെ താല്പര്യപ്രകാരം എടുത്തത്. ദൈവത്തെ ഓർത്തി ഇതിൽ കറിയൊന്നും പിടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. നല്ല അടിപൊളി ഉടുപ്പ. ഈ ഡിസൈനൊക്കെ നല്ല ഗോൾഡൻ കളറ്. ഇതിന്റെ ഏയോ ആൻസിന്റെ ഏയോ ഓ ഇതെന്തിനാ ഈ പൈസ? പൈസ വരുവാണെങ്കിൽ ഇതിനകത്ത് ചായ ഇരിപ്പുണ്ടെന്നാ. ഗ്ലാസ് അവിടെ ഇഷ്ടംപോലെ ഗ്ലാസ്സില്ല. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കണം. അപ്പം ഞാനിവിടെ വാഴച്ചുണ്ട് തോരൻ വെക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു സൈഡിൽ അതിൽ കൂതല്ലേ, പാല് പിരിഞ്ഞു പോവും. മാറങ്ങോടെ അതിനകത്ത് പാല് തിളപ്പിക്കാൻ അത് ഈ പാത്രത്തിൻ്റെ സിമ്പല. ഇതിനകത്ത് വാഴച്ചുണ്ട് തോരൻ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഇതാരാ ഈ വാഴച്ചുണ്ടിൻ്റെ ഒക്കെ മാറ്റി വെച്ചത്? ഞാനിത് വേകാൻ വേണ്ടി മൂടി വെച്ചിട്ട് പോയതാ. ചേട്ടനാ മൂടി മാറ്റിയത്. മൂടി ഇല്ലായിരുന്നു അതില്. ഞാനൊന്ന് 2 ചായയുടെ പകുതി എന്തിയെ? അതെന്തിനാ? ഞാൻ തയ്ക്കുവല്ലായിരുന്നോ? ഞുറുക്കോ? ഞാൻ അവിടെ കൊണ്ട് തന്നു ചായ കുടിക്കാൻ വേണ്ടി. അന്നേരം എന്നോട് ദേഷ്യപ്പെടുവാ. അത് ഞാൻ തയ്ക്കണേന്റെ മോളിൽ കൊണ്ട് വെച്ചാൽ എന്റെ വെള്ള ബ്ലൗസിൽ ചായയുടെ കറ പിടിക്കൂലേ? ആ കണ്ടിക്കണ്ടല്ലോ, ഞാനും കുടിച്ചു. ആണ്ട എന്റെ പാലിപ്പ പിരിഞ്ഞു പോയേനെ. അല്ലാത്ത പാലിപ്പ തിളച്ചു പോയേനെ. താഴടാ താഴടാ, മനുഷ്യനെ പറ്റിക്കുന്നോ? പാൽസ് വേണ്ട, പാലും കുടിച്ചേനെ. എടാ നിനക്കുള്ള ആവശ്യമുള്ള പാലെടുക്കാൻ പാത്രം കൊണ്ടുവന്നെടാ. ഇപ്പം അത് വരും, ഇങ്ങോട്ട് വരും. അതിന് പാല് മാറ്റിയിട്ട് എനിക്ക് ഇച്ചിരി ചായപ്പൊടി ഇടാനാ. ബൂസ്റ്റ് ബൂസ്റ്റ് എവിടെയാ? കടുപ്പത്തിലുള്ള ചായ വേണ്ട, ലൈറ്റ് ചായ മതി. ബൂസ്റ്റ് വേണ്ട. നീ കൊണ്ടുപോയി ബൂസ്റ്റൊക്കെ കുടിച്ചോ. എനിക്കറിയാം പാല് വീണു ഗൈസ്. എടാ അതെന്നാ ആ തുണി കൊള്ളില്ലാത്തോണ്ടല്ലോ ഇത് എടുത്തോണ്ട് വന്നേ. എടാ അതിങ്ങ് തന്നോ, എനിക്ക് ചോറ് പൊഴിഞ്ഞോണ്ട് പോവാം. എനിക്ക് ക്രിസ്മസ് സെലിബ്രേഷനാണ്. പോകാൻ പുതിയ സാരിയും പഴയ ബ്ലൗസും. അപ്പൊ അതെ കട്ടൻ ചായ എടുത്തിട്ട് പിന്നെ കട്ടൻ ചായയുടെ കൂടെ ഒരു പാൽ ചായ കൂടി കുടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഡിസംബർ ഒക്കെ അല്ലേ, ക്രിസ്മസ് ഒക്കെ അല്ലേ? ഇതെന്തുവാടാ ഇത്? തുടച്ചേ. ഇല്ല നോക്കിയില്ല. ചോറ് ചാട്ടൻ നോക്ക. ചാട്ടൻ ഒരു ഇത് ഊരിക്കടാ. ഇതാണ് നമ്മുടെ
ബ്രദേഴ്സിൻ്റെ കേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്രദേഴ്സിൻ്റെ കേക്ക്. പുതിയ മോഡൽ നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നിറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിഫറൻസിൻ ടേസ്റ്റിൽ വരുന്ന വ്യത്യസ്തമായ തരം കേക്കാണിത്. അതെല്ലാം പിടിച്ചേരാ. എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ട് ചോറിനാണ് പാട്ടിട്ടോ. ഒരു കുടിച്ചില്ലല്ലോ. അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കും. ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കും. ചിലപ്പോൾ കുടിക്കൂല. ചിലപ്പോൾ കറിവേപ്പ് കുടിക്കും. ഞാൻ കുടിച്ചല്ലോ. അത് കുടിച്ചിട്ട് ഞാൻ പാൽച്ചായ എടുത്തു. അത് കുടിച്ചിട്ടില്ല. വറുത്തു. ചേട്ടൻ്റെ തട്ടകമാണിപ്പോൾ വിറകടുക്കള. കാരണം കോഴിക്കുള്ള തീറ്റകളൊക്കെ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ബാസ്കിമോൻ കൊടുത്ത് ബാസ്കിമോൻ ഇവിടെ കിടത്തിയിരിക്കുകയാണ്. ബാസ്കിമോനെ ഒരു മൈൻഡും ഇല്ലല്ലോ. മാക്കോവേ ഡാ ഏട്ടാ ഭയങ്കര. നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുവാണോ? എന്നോട് ചോദിച്ചിട്ടും പറയാൻ. എന്നാലേ എനിക്ക് തിന്നാൻ പറ്റൂ. മാമ തിന്നോ ഫുഡ് തിന്നോ. ഇത് പുന്നോ അവിടെ കിടന്നോ. തിന്നോണ്ട് തിന്നോ. മഞ്ഞ വീഴാതെ ഞാനിവിടെ നിന്നോളാം. തിന്നോടാ തിന്നോ. നീ മറിഞ്ഞു വീഴാതെ ഞാൻ നോക്കിക്കോളാം. കിടന്നോടാ. ഞാൻ ഇനി അപ്പിടാൻ പോവാണോടാ. 2 പ്രാവശ്യം ചേട്ടൻ്റെ മേത്തെ ചേട്ടൻ പിടിച്ചിട്ട് നിൽക്കണില്ല അവൻ. ഇലകളൊക്കെ വീണു. ഇലകൾ കൊഴിയുമോ ചേട്ടാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട കൂടി പൊരിക്കണം. എനിക്ക് ചാറ് കറിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി. ഇതിപ്പോ എടുത്തു വെക്കണമെങ്കിൽ 6 പേര് വേണം. ആ വലിയ അൽമാരി എടുത്തു വെക്കണമെങ്കിൽ. ഹായ്, നമ്മളപ്പോൾ അതേ കോളേജിലേക്ക് പോവാ. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. ഒരു അരമണിക്കൂർ ലേറ്റ് ആയി പോയി. അപ്പോൾ ഇതാണ് എനിക്ക് ചേട്ടൻ ക്രിസ്തുമസിന് ഇടാൻ വേണ്ടി വാങ്ങിച്ചു തന്ന, ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് കോളേജിലേക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന സാരിയാണ് കേട്ടോ ഇത് നമ്മുടെ റെഡിൽ വൈറ്റ് ഡിസൈനാണ്. നമ്മുടെ സീമാസിൽ വന്ന പുതിയൊരു ക്രിസ്മസ് കളക്ഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ ബോഡി ഇങ്ങനെ ഒരു പെയിൻ്റാണിത്. പെയിൻറ് വർക്കാണ്, പെയിൻ്റാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ടൊന്നും റെഡൊന്നും ഇടണില്ലല്ലോ. അപ്പോൾ ഞാനതിനൊരു വൈറ്റ് ബ്ലൗസ് ഇട്ടു. ചേട്ടൻ പറഞ്ഞു റെഡ് ബ്ലൗസ് ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു എന്ന്. ഈ കളർ റെഡ് എനിക്കുണ്ടായാലും ഈ കളർ റെഡില്ല. അപ്പോൾ ഈ കളർ റെഡ് ആണെങ്കിലല്ലേ അത് ഇടാനൊരു ഭംഗി വരുള്ളൂ എനിക്ക്. അതുകൊണ്ട് ആൻസൂട്ടനാണെങ്കിൽ അവനെ കൊണ്ടുവിട്ടിട്ടുണ്ട്. തിരിച്ചവൻ ബസ്സിന് കയറി പോകുന്ന ആളാണ്. ഇന്ന് ക്ലാസ് തീരുമല്ലേ, അതുകൊണ്ട് എന്നെ വിളിക്കാൻ വരണ്ട. ഇപ്പം എന്നും അവനെ കൊണ്ടുവിടുകയും കൊണ്ടുവരുകയും ചെയ്യുവാണ് കേട്ടോ. എക്സാമിന് കൊണ്ടുവിടും,
എക്സാം കഴിയുമ്പോൾ അവിടെ പോയി നിന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് ഇപ്പം നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി കോളേജിലൊക്കെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ ഫങ്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഫങ്ഷനൊക്കെ ഒന്ന് കാണാന്ന്. ആ അപ്പോ എല്ലാരും തന്നെ റെഡും വൈറ്റൊക്കെ ആയിരിക്കും. എനിക്കൊരു വൈറ്റ് ചുരിദാർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, അതെല്ലാരും കണ്ടു കാണും. പിന്നെ എനിക്ക് 2 ടോപ്പ് ചേട്ടൻ വേറെ വാങ്ങിച്ചു തന്നിട്ടോ. ടോപ്സിയ ടോപ്പ് കടയിൽ നിന്ന് എനിക്ക് ഇന്നലെ അപ്പൊ അത് വാങ്ങിച്ചിട്ട് വന്ന വഴിക്ക് നമ്മള് സിനിമ ഷൂട്ടിങ് കണ്ടു. നമ്മുടെ മുതലക്കുടം പള്ളിയുടെ താഴെയായിട്ട് ഒരു പ്രദക്ഷിണം ഷൂട്ട് ചെയ്യുമായിരുന്നു. അതിനകത്ത് അഭിനയിക്കുന്നത് ആക്ടർ ദിലീപാണ് കേട്ടോ. അങ്ങനെ ദിലീപ് ചേട്ടനെ കൂടി നമുക്ക് കാണാൻ പറ്റി. ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, റോഡിന്റെ അക്കരയും ഇക്കരയും നിന്ന് കണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പ്രദക്ഷിണത്തിന്റെ നടുക്ക് ദിലീപ് ചേട്ടൻ ഉണ്ടായിരുന്നു. ദിലീപ് ഏട്ടൻ. ഞാൻ അങ്ങനെ സിനിമ ആക്ടേഴ്സിനെ ഒന്നും അങ്ങനെ കൂടുതൽ കണ്ടിട്ടൊന്നുമില്ല. ആകെപ്പാടെ കോളേജിലൊക്കെ പ്രൊമോഷനൊക്കെ വരുന്ന, അതായത് സിനിമ കഴിഞ്ഞ് സിനിമ പ്രൊമോഷന് ആൾക്കാരെയൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്നവരെയൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ ആകെപ്പാടെ നേരിട്ട് ആദ്യമായിട്ട് കണ്ട ഒരു സിനിമാ നടി എന്ന് പറയുന്നത് ഊർമിള ഉണ്ണിയായിരുന്നു. അത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഷൂട്ടിങ്ങിന്, ഒരു ടെലിഫിലിമിൻ്റെ ഒരു ഷൂട്ടിങ്ങിന് വന്നതായിരുന്നു. അത് TV-യിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഓടിപ്പോയിരുന്നത് തന്നെ പിന്നെയൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ളത് നാദിർഷ, നമ്മുടെ ആക്ടർ കം ഡയറക്ടർ നാദിർഷയാണ് നമ്മൾ കണ്ടത്. അത് ഞങ്ങളുടെ കോളേജിലേക്ക് നമ്മൾ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ കുറച്ച് പേരൊക്കെ നമ്മുടെ കോളേജിൽ നാദിർഷയൊക്കെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഗസ്റ്റായിട്ട് വിളിച്ചത്. അല്ലാതെ ഒന്നും ഞാനങ്ങനെ വലിയ ആക്ടേഴ്സിനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ സിനിമ ഷൂട്ടിംഗ് ഒന്നും കാണാനൊന്നും പോകാറില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ വെള്ളിത്തിരയിൽ കാണുന്നതല്ലാതെ ആരെയും നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ദിലീപേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തു നിന്ന് ക്യാരവാനിലുണ്ടെന്നൊക്കെ അറിഞ്ഞ്, നമ്മൾ ഷൂട്ടിങ്ങിന് ലാസ്റ്റ് പോർഷനിൽ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് നമ്മൾ ഇന്നലെ 12 മണിയോളം നമ്മൾ അവിടെ നിന്നാണ് കണ്ടത് രാത്രി. അപ്പം അവിടെ മുതലക്കുടം പള്ളിയിലാണെങ്കിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇലൂമിനേഷൻ ബൾബുകളൊക്കെ ഇടുമായിരുന്നു. അതൊക്കെ കണ്ടു. കുറച്ചു നേരം അവിടെയൊക്കെ പോയി ഇരുന്നു. പക്ഷെ ദിലീപേട്ടൻ്റെ വീഡിയോ എന്നിട്ട് ഞാൻ എടുക്കാനും നിന്നില്ല കേട്ടോ. ഷൂട്ടിംഗ് അല്ലേ, അവരുടെ പ്രൈവസിയിൽ നമ്മൾ എന്തിനാ, അതൊക്കെ സിനിമയിലൊക്കെ വരുമ്പം കണ്ടാൽ പോരെ, അങ്ങനെയൊക്കെ ഓർത്തു. കോസ്റ്റ്യൂമൊക്കെ അവർ റിവീൽ ചെയ്യാതെ നമ്മളതിന് മുമ്പേ കയറിയിട്ടൊന്നും ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തു. അവരിത്രയും കാശ് മുടക്കി അത്ര എഫേർട്ട് ഇട്ടിട്ട് സാധാ ഒരു പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് അവർ രാവിലെ മുതലങ്ങാണ്ട് രാത്രി 2 മണി വരെ കൊണ്ടുവന്നു ജസ്റ്റ് ഒരു പ്രദക്ഷിണം. അപ്പം എത്രമാത്രം കഷ്ടപ്പെട്ട് അവർ സിനിമയൊക്കെ ഇറക്കുന്നേലേ, ഞാനത് ചിന്തിക്കുകയായിരുന്നു. വൈകുന്നേരം വിളിക്കാൻ വരുമോ? വിളിക്കാൻ വരണം കേട്ടോ. അപ്പൊ നമുക്ക് കോളേജിൽ ചെന്ന ഫംഗ്ഷനൊക്കെ ചെറിയ തോതിൽ അന്ന് വീഡിയോ പിടുത്തം ഇതിന് കൂടെ അങ്ങ് ഇട്ടേക്കാം. സെപ്പറേറ്റ് മിറ്റ് ഇടാൻ നിൽക്കണ്ട, ഓഡിയോ കൊടുക്കാൻ വയ്യ. അപ്പൊ ടാറ്റ. അങ്ങനെ കോളേജിൽ എത്തിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, ക്രിസ്മസിനോടനുബന്ധമായ പല നക്ഷത്രങ്ങളും രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും. മുൻവശത്ത് തന്നെയായിട്ട് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു ക്രിസ്മസ് ട്രീയുടെ മോഡൽ ഉണ്ടായിരുന്നു. കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി. എല്ലാ കുട്ടികളും തന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകരും ഇതിൽ പങ്കെടുത്തു. അത് മാത്രമൊന്നുമല്ല, നമ്മുടെ ക്രിസ്മസിനോടനുബന്ധമായിട്ട് വരുന്ന പാട്ടുകളാണല്ലേ, വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന പാട്ടൊക്കെ. ആ പാട്ടൊക്കെ സ്ഥിരമായിട്ട് തന്നെ എല്ലാവരുടെയും ഡാൻസിലൊക്കെ കാണാനുണ്ടായിരുന്നു. അധ്യാപകരൊക്കെ അടിച്ചു പൊളിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ കഴിയും ഇവിടെ. അപ്പോൾ നല്ല രസമായിരുന്നു. അവസാനം നമുക്കൊരു DJ സോങ് പാർട്ടി വിരുന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. കുട്ടികളും അധ്യാപകരും എല്ലാവരും അനധ്യാപകരും എല്ലാവരും അതിൽ എൻജോയ് ചെയ്യുന്നത് കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ആഘോഷമൊക്കെ
അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ചില മുഹൂർത്തങ്ങളാണ് ഇത്തരമുള്ള ആഘോഷങ്ങൾ, ആനന്ദങ്ങളൊക്കെ അല്ലേ. അതൊക്കെ നമുക്ക് അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ, വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ. അപ്പം അതിനെ മെമ്മറീസ് ആക്കി മാറ്റി കുറച്ച് ഫോട്ടോസിൻ്റെ രൂപത്തിലൊക്കെ മെമ്മറീസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. വഴിക്കൂടെ പോയ ക്രിസ്മസ് പാപ്പായൊക്കെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു വിദ്യാർത്ഥിനിയായിരുന്നു കേട്ടോ ക്രിസ്മസ് പാപ്പ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. ബൈ ബൈ.